എല്ലാവർക്കും ടെക് ഫോർ വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ട്രേസർ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദി ഇലോങ്ങേഷൻ ഓഫ് എ സ്റ്റീൽ റോഡ് ഓഫ് 100 mm ലെങ്ത് വെൻ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ സ്ട്രെയിൻ ഓഫ് 0.005. അപ്പോൾ നമ്മളോട് ഇലോങ്ങേഷനാണ് ചോദിച്ചിരിക്കുന്നത്, ലെങ്ത്തും ടെൻസൈൽ സ്ട്രെയിനും തന്നിട്ടുണ്ട്. അപ്പോൾ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇലോങ്ങേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? സ്ട്രെയിൻ ഇൻറ്റു ലെങ്ത്ത്. സ്ട്രെയിൻ തന്നിട്ടുണ്ട് 0.005, ലെങ്ത്ത് തന്നിട്ടുണ്ട് 100. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DL അഥവാ ഇലോങ്ങേഷൻ കിട്ടും. അപ്പോൾ 0.005 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 0.5 mm. നെക്സ്റ്റ് വൺ, ദ ഡയമെൻഷൻ ഓഫ് സ്ട്രെയിൻ ഈസ്. സ്ട്രെയിൻ്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. LT⁻²2 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ ഡയമെൻഷൻലെസ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ സ്ട്രെയിനിൻ്റെ യൂണിറ്റ് ഒന്നുമില്ല, അത് ഡയമെൻഷൻലെസ് ആണ്. ഓക്കെ, ഡയമെൻഷൻ ഓഫ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ആണ് സ്ട്രെയിൻ. ഓക്കെ, നെക്സ്റ്റ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ സ്ട്രെസ് ടു ലാറ്ററൽ സ്ട്രെയിൻ, ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ, ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ, ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. ഇതിൽ ഏതാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി? ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. നെക്സ്റ്റ്, ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എൻ ഏരിയ ഈസ് ഓൾവേസ് ലീസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എൻ ഏരിയ എന്ന് പറയുന്നത് ലീസ്റ്റ് വിത്ത് റെസ്പെക്ട് ഏത് ആക്സിസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. വെർട്ടിക്കൽ ആക്സിസ്, സെൻട്രൽ ആക്സിസ്, ബോട്ടം മോസ്റ്റ് ആക്സിസ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ ആക്സിസ് അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസ് ആണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ലീസ്റ്റ്. ഓക്കെ, സെൻട്രൽ ആക്സിസ്. നെക്സ്റ്റ്, ഇഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാവ് റോളർ എൻഡ് അറ്റ് വൺ എൻഡ്, റോളർ സപ്പോർട്ട് അറ്റ് വൺ എൻഡ്, ദെൻ ദ അതർ എൻഡ് വിൽ ബി. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് റോളർ സപ്പോർട്ടും അതർ എൻഡ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഫ്രീ ആണോ, ഹിഞ്ച്ഡ് ആണോ, ഫിക്സ്ഡ് ആണോ, റോളേഴ്സ് ആണോ? സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഒരു സൈഡ് റോളറും മറ്റേ സൈഡ് ഹിഞ്ച്ഡും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ എ കാൻഡിലിവർ ക്യാരിയിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഒരു കാൻഡിലിവർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ക്യാരി ചെയ്യണ കാൻഡിലിവറിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എങ്ങനെ ഇരിക്കുന്നതാണ് ഫിഗറിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അതൊരു പരാബോളയാണ്. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു പരാബോളയാണ്. ഓക്കെ, അപ്പോൾ ഫിഗറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫോർ എ കാൻഡിലിവർ ബീം സിംപ്ലി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് WL-ഉം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് WL²/2 ആണ്. ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഫോർ എ കാൻഡിലിവർ ലോഡഡ് അറ്റ് ദി ഫ്രീ എൻഡ്, W ആണ് അതിൻ്റെ ഷിയർ ഫോഴ്സ്, WL ആണ് അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്? പോയിൻ്റ് ലോഡാണെങ്കിൽ ഷിയർ ഫോഴ്സ് റെക്റ്റാങ്കിൾ ആണ്. ഇനി അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളും ആണ്. ചോദിക്കാം കേട്ടോ വേണമെങ്കിൽ. ഒരു കാൻഡിലിവർ പോയിൻ്റ് ലോഡാണെങ്കിൽ അതിൻ്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിളും ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ട്രയാങ്കിളും ആണ്. അതുപോലെ തന്നെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് സെൻട്രലി ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രാമും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഷിയർ ഫോഴ്സ് ലോഡ് W/2, ബെൻഡിങ് മൊമെൻറ്റ് WL/4 ആയിരിക്കും. അതുപോലെ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് സെൻട്രൽ 0 ആയിരിക്കും. അതേപോലെ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് WL²/8 ആണ്. ഓക്കെ, സൈഡുകളിൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് W, സെൻട്രൽ അത് 0 ആയിരിക്കും. നെക്സ്റ്റ്, ദ പ്രോഡക്റ്റ് EI ഈസ് ഓൾസോ നോൺ എസ്. EI എന്ന് പറയുന്നത് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫ്ലക്ചറൽ റിജിഡിറ്റി, പോളാർ മൊമെൻറ്റ്, സ്റ്റിഫ്നെസ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി. EI എന്ന് പറയുന്നത് ഫ്ലക്ചറൽ റിജിഡിറ്റീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. EI ഫ്ലക്ചറൽ റിജിഡിറ്റി. E എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, I എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. EI എന്ന് പറയുന്നത് ഫ്ലക്ചറൽ റിജിഡിറ്റി. നെക്സ്റ്റ് വൺ, a simply supported beam is considered as a deep beam if the ratio of effective span to overall depth is less than. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ എപ്പോഴാണ് നമ്മൾ ഡീപ്പ് ബീം എന്ന് കൺസിഡർ ചെയ്യണമെന്ന്? എഫക്റ്റീവ് സ്പാൻ ടു ഓവറോൾ ഡെപ്ത് റേഷ്യോ എന്തിനേക്കാൾ കുറവായാലാണ് അതിന് ഡീപ്പ് ബീം എന്ന് കൺസിഡർ ചെയ്യുക. 1, 2, 3, 4. എഫക്റ്റീവ് സ്പാൻ ടു ഓവറോൾ ഡെപ്ത് <2 ആകുമ്പോഴാണ് നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ ഡീപ്പായിട്ട് കൺസിഡർ ചെയ്യണത്. <2. ഓക്കെ, നെക്സ്റ്റ്, the maximum strain in concrete at the outermost fiber. outermost fiberലെ കോൺക്രീറ്റിൻ്റെ മാക്സിമം സ്ട്രെയിൻ വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 0.002, 0.003, 0.0035, 0.0025. ആൻസർ ഓപ്ഷൻ C 0.0035 ആണ് കേട്ടോ. മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദി ഔട്ടർമോസ്റ്റ് ഫൈബർ 0.0035. ഓർത്ത് വയ്ക്കാം, മാറി മാറി ഇങ്ങനെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്,
വാട്ട് ഈസ് ടെൻസൈൽ സ്ട്രെയിൻ? ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്. ദ റേഷ്യോ ഓഫ് ദി ഒറിജിനൽ ലെങ്ത് ടു ചേഞ്ച് ഇൻ ലെങ്ത്. ദ റേഷ്യോ ഓഫ് ടെൻസൈൽ ഫോഴ്സ് ടു ദി ചേഞ്ച് ഇൻ ലെങ്ത്. ദ റേഷ്യോ ഓഫ് ദി ചേഞ്ച് ഇൻ ലെങ്ത് ടു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈഡ്. എന്താണ് ടെൻസൈൽ സ്ട്രെയിൻ? ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്തിനെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്, അല്ലേ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. നെക്സ്റ്റ്, find the strain of a brass rod of length 250 mm which is subjected to a tensile load of 50 kN when the extension of the rod is equal to 0.3 mm. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്ട്രെയിൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെങ്ത് തന്നിട്ടുണ്ട്, എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്, ലോഡ് തന്നിട്ടുണ്ട്. എങ്ങനെ സ്ട്രെയിൻ കണ്ടുപിടിക്കുക? ചേഞ്ച് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇവിടെ ചേഞ്ച് ലെങ്ത് എത്ര, എക്സ്റ്റൻഷൻ എത്രയാണ്? 0.3 mm ആണ്. ഒറിജിനൽ ലെങ്ത് 250 mm ആണ്. ലോഡ് തന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.3 ഡിവൈഡ് ബൈ 250, 0.0012. അതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്, 0.0012. വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, the lateral strain is, എന്താണ് lateral strain? The ratio of axial deformation to the original length. The ratio of deformation in an area to the original area. The strain at right angles to the direction of applied load. The ratio of length of the body to the tensile force applied. ഇതിൽ ഏതാണ് lateral strain എന്ന് പറയുന്നത്? lateral strain എന്ന് പറയുന്നത് strain at right angles to the direction of applied load. applied ലോഡിൻ്റെ റൈറ്റ് ആംഗിൾ ഡയറക്ഷനിലുള്ള സ്ട്രെയിനെയാണ് നമ്മൾ lateral strain എന്ന് പറയുന്നത്. lateral strain is accompanied by longitudinal strain. ഓക്കെ, അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അക്കമ്പനി ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനെയാണ്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ അറ്റ് ദി റൈറ്റ് ആംഗിൾ ടു ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡിലൂടെ റൈറ്റ് ആംഗിളുടെ ഡയറക്ഷനിലുള്ള സ്ട്രെയിനെയാണ് നമ്മൾ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻ എസ് ഐ യൂണിറ്റ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? മാസിൻ്റെ ആക്സലറേഷൻ. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഫോഴ്സിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിന് തന്നെയാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്താണ്? ന്യൂട്ടൺ. Some structural members subjected to a long-term sustained loads deform progressively with the time, especially at elevated temperature. What is such a phenomenon called? അപ്പോൾ ഒരു സസ്റ്റൈൻഡ് ലോഡ് കാരണം ഉണ്ടാവും, അങ്ങനെ ഒരു പ്രോഗ്രസീവ്ലി ടൈം കാരണം അതിനൊരു ഡിഫോർമേഷൻ ഉണ്ടാവും. ലോങ് ടൈം ലോഡുകൾ കൊണ്ട് ഒരു ഡിഫോർമേഷൻ ഉണ്ടാവും. ആ ഫിനോമിനയ്ക്ക് പറയുന്ന പേരെന്താണ്? ഫെറ്റിഗ്, ക്രീപ്പ് റിലാക്സേഷൻ, ഫ്രാക്ചർ. ക്രീപ്പ് എന്നാണ് പറയുന്നത്. ക്രീപ്പ് ഈസ് ദി ഡിഫോർമേഷൻ പ്രോഗ്രസീവ്ലി വിത്ത് ടൈമിനനുസരിച്ച് പ്രോഗ്രസീവായിട്ട് ഉണ്ടാകുന്ന ഒരു ഡിഫോർമേഷനാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് കംസ് വെൻ ദ ബോഡി സബ്ജക്റ്റഡ് ടു എ ലോങ് ടൈം ലോഡ്. ലോങ് ടൈം ലോഡ് ഇങ്ങനെ സബ്ജക്റ്റ്, അതായത് ഒരു കുറേ നേരം ഒരു ലോഡ് അതിലേക്ക് വരുമ്പോഴാണ് ഒരു ക്രീപ്പ് ഉണ്ടാകുന്നത്. ആഫ്റ്റർ ദി ഇൻസ്റ്റൻറ്റ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ലോഡ് ദ ഡിഫോർമേഷൻ ഒക്കെ സ്ലോലി വിത്ത് ടൈം. ഇൻസ്റ്റൻറ്റ് ഡിഫ്ലക്ഷന് ശേഷം ഡിഫോർമേഷൻ സ്ലോലിയാണ് ഒക്കെ അറിയാം. അപ്പോൾ ക്രീപ്പ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഫിനോമിനയാണ്. ചോദിക്കാറുണ്ട് ക്രീപ്പ് എന്താണെന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വിഷയവുമായിട്ട് വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും ടെക് ഫോർ വിൻഡോയുടെ